നമസ്കാരം. ജെഎം ടോക്സിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നേതാക്കളെല്ലാം നമ്മളോട് പറഞ്ഞൊരു കാര്യം, മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് വളരെ ലളിതമായ കാര്യമാണ്. അത് 63 MLA-മാരുണ്ട്. അവരോട് ചോദിക്കും, നിങ്ങൾ ആരെയാണ് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധി സംഘം ഡൽഹിയിൽ നിന്ന് വരും. അവർ ഓരോ MLA-മാരെയും പ്രത്യേകം കണ്ട് ചോദിക്കും, നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടമെന്ന്. അങ്ങനെ നമ്മുടെ മുന്നിൽ 3 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. 3 പേരുടെയും പേരുകൾ അവരുടെ മുന്നിൽ വെച്ചു. വേറെയും പേരുകൾ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 3 പേരിൽ ഓരോരുത്തരുടെ പേര് പറഞ്ഞു. ഈ ലിസ്റ്റുമായിട്ട് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ ഡൽഹിക്ക് പോയി ഹൈക്കമാൻഡിനെ കണ്ടു, അത് കൊടുത്തു. ഭൂരിപക്ഷം MLA-മാർ റെക്കമെൻഡ് ചെയ്ത ആളങ്ങ് പ്രഖ്യാപിച്ചാൽ മതി. എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ഇതാണ് ചോദ്യം. പ്രതിനിധികൾ വന്ന് പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച, ഇതുവരെയായിട്ട് ഒരു തീരുമാനത്തിലെത്തുന്നില്ല. വീണ്ടും ആളുകളെ വിളിക്കുന്നു, കാണുന്നു, ചോദ്യം ചെയ്യുന്നു, വീണ്ടും വിളിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. പക്ഷേ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. എന്താണ് കാരണം? കാരണം വളരെ ലളിതമാണ്. MLA-മാരുടെ അഭിപ്രായം ജനങ്ങളുടെ അഭിപ്രായം രണ്ടാണോ? യഥാർത്ഥത്തിലെ കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായത്തിൻ്റെ പ്രതിഫലനമാണോ MLA-മാരുടെ അഭിപ്രായം? സാധാരണത്തിൽ അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. ഭൂരിപക്ഷം ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഭൂരിപക്ഷം MLA-മാരും ആഗ്രഹിക്കേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയാണോ എന്നുള്ളൊരു സംശയം ഹൈക്കമാൻഡിനുണ്ടായിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ പലതും വരുന്നു. 3 സ്ഥാനാർത്ഥികളും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും അല്ലാതെ പോസ്റ്റർ ഒട്ടിച്ചും ചുവരെഴുതിയും ഒക്കെ ആയിട്ട് വലിയ ഒരു പ്രചാരണം നടത്തിയപ്പോൾ ഹൈക്കമാൻഡ് ആകെ കൺഫ്യൂഷനിലായി. അവരെ സംബന്ധിച്ച് അവർ ആഗ്രഹിച്ചതും അവർ പറയാൻ ആഗ്രഹിക്കുന്നതുമായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി KC വേണുഗോപാലാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ KC വേണുഗോപാലിൻ്റെ എൻട്രി അത്ര എളുപ്പമല്ല എന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കി. എങ്കിലും അവർക്കൊരു സംശയം ഇടയ്ക്ക്, അതായത് ആരോ പറഞ്ഞു ഇതൊക്കെ സോഷ്യൽ മീഡിയയുടെ ക്രിയേഷനാണ്, ഇത് ബോധപൂർവമായിട്ട് ആളുകൾ ഈ സ്ഥാനാർത്ഥികൾ തന്നെ ഉണ്ടാക്കിയതാണ്, യഥാർത്ഥ വികാരമെന്ന് പറയുന്നത് ഇതല്ല എന്നൊക്കെ പറഞ്ഞു. അതോടുകൂടി ഹൈക്കമാൻഡ് ആകെ കൺഫ്യൂഷനിലായി. അവർക്കറിയണം ജെന്യുവിനായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങളുടെ വികാരം എന്താണെന്ന്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ വീണ്ടും ആളുകളെ വിളിക്കുന്നത്. എന്നിട്ടും ചിത്രം വ്യക്തമാകുന്നില്ല. ചിലർ പറയുന്നു പുറമേ നിന്നൊരാൾ വന്നാൽ എം പി ആയിരിക്കുന്ന ഒരാൾ വന്ന് മത്സരിച്ചാൽ തോറ്റുപോകുമെന്ന് പറയുന്നു. മറ്റു ചിലർ പറയുന്നു ഇപ്പോഴത്തെ ജനങ്ങളുടെ വികാരത്തിൽ കാര്യമില്ല, ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്ത് മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ അടങ്ങിക്കോളും, 6 മാസം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ വളരെ എളുപ്പത്തിൽ ജയിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും എന്ത് ഹൈക്കമാൻഡിന് ഒരു ശങ്ക. അതിൻ്റെ കാരണം അവരുടെ തീരുമാനം തെറ്റിപ്പോകുമോ, ജനഹിതത്തിനെതിരായിരിക്കുമോ എന്നുള്ള സംശയമാണ്. നമുക്കറിയാം അന്തിമമായിട്ട് തീരുമാനം എടുക്കേണ്ടത് സോണിയാഗാന്ധി അല്ല, രാഹുൽ ഗാന്ധി തന്നെയാണ്. തീർച്ചയായിട്ടും പ്രിയങ്കയുടെയും സോണിയാഗാന്ധിയുടെയൊക്കെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്തിമമായ തീരുമാനം എടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. കാരണം രാഹുൽ ഗാന്ധി ഇപ്പം കോൺഗ്രസ് അധ്യക്ഷ അല്ലെങ്കിലും രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേടി ഇപ്പോൾ എടുക്കുന്ന തീരുമാനം തെറ്റിപ്പോകുമോ, തെറ്റിപ്പോയാലുണ്ടാകുന്ന പ്രത്യാഘാതം എന്തെന്നുള്ളതാണ്. തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ ആശങ്കയ്ക്ക് അർത്ഥമുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന MD ആണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കണമെങ്കിൽ അപ്പോൾ അവിടെ ഒരു പുതിയതായിട്ടൊരു യൂണിറ്റ് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് അടച്ചുപൂട്ടണം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തീരുമാനം എടുക്കണമെങ്കിൽ പലരുടെ അഭിപ്രായം ചോദിക്കും. ഡയറക്ടർമാരുടെ അഭിപ്രായം ചോദിക്കും, അവിടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അഭിപ്രായം ചോദിക്കും. എല്ലാം കഴിഞ്ഞാലും അവസാനം തീരുമാനം എടുക്കേണ്ടത് ആരാ? MD ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനമാണ് അവസാനത്തെ തീരുമാനം. ആ സമയത്ത് ആ MD അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. കാരണം ആരുടെ ശുപാർശ വന്നാലും അവസാനം തീരുമാനത്തിൽ പാളിച്ച വന്നാൽ അതിൻ്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരുന്നത് MD ആണ്. എന്നതുപോലെ തന്നെ ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ തീരുമാനം തെറ്റിപ്പോയാൽ അതിൻ്റെ പ്രത്യാഘാതം, അതിൻ്റെ പഴി ഏറ്റെടുക്കേണ്ടി വരുന്നത് സാക്ഷാൽ രാഹുൽ ഗാന്ധിയാണ്. അതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വളരെ ആലോചിച്ചും സൂക്ഷിച്ചും എല്ലാ വശങ്ങളും പഠിച്ചും രാഹുൽ ഗാന്ധി എന്നെടുക്കുന്ന ഒരു തീരുമാനം, ആ തീരുമാനം അദ്ദേഹത്തിന് ഇതുവരെയുള്ള അനുഭവ സമ്പത്തും അദ്ദേഹത്തിന് ഇതുവരെയുള്ള രാഷ്ട്രീയ ബോധവും അദ്ദേഹത്തിന് ഇതുവരെയുള്ള കേരളത്തെക്കുറിച്ചുള്ള ധാരണകളും ഇവിടുത്തെ നേതാക്കളെക്കുറിച്ചുള്ള ധാരണകളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന തീരുമാനമായിരിക്കും ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ഭാവിയിൽ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നാളത്തെ ഭാവി എന്താണെന്ന് തീരുമാനിക്കുക. അത് ശരിയായിരിക്കട്ടെ, അത് ജനഹിതമായിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.